കോഴിക്കോട് രാഘവേട്ടൻ നല്ല സ്ഥാനാർത്ഥിയാണ്. ജനങ്ങളായിട്ട് ബന്ധമാണ്. ജനങ്ങളായിട്ട് എന്ത് കാര്യങ്ങളും ചെയ്തു കൊടുക്കും. ഇടതുപക്ഷം ജയിക്കണം ആഗ്രഹിക്കും. ഇവിടെ രാഘവേട്ടനാവും. കോഴിക്കോട് രണ്ടാളും ഒന്നല്ലേ ഇപ്പൊ LDF UDF ഒന്നായിട്ടില്ലേ മത്സരിക്കുന്നത്, ഇന്ത്യ മുന്നണിയായിട്ടില്ലേ മത്സരിക്കുന്നത്. ഒരാളെ പറ്റിക്കാനല്ലേ മത്സരിക്കുന്നത്. രാഘവനാണെന്നോ എന്തുകൊണ്ടാണ് പാർലമെന്റ് ചെയ്ത കാര്യങ്ങൾ വെച്ച് സ്ത്രീകൾക്ക് ഏറ്റവും കൂടുതൽ ആഗ്രഹമുണ്ട് ഇവിടെ മോദിയുടെ ഭരണം വരണം. ഏവർക്കും കൃത്യമായ നമസ്കാരം. LDF വേണ്ടി ഇളമരം കരീമും UDF വേണ്ടി MK രാഘവനും NDAക്ക് വേണ്ടി BJPയിൽ നിന്ന് MD രമേശും മത്സരിക്കുമ്പോൾ കോഴിക്കോട് വോട്ടർമാർ ആരോടൊപ്പം നമുക്ക് നേരിട്ട് ചോദിച്ചത്. കോഴിക്കോട് ആരാ ജയിക്കുക? കോഴിക്കോട് ആരാ ജയിക്കാൻ സാധ്യതയുണ്ട്? ഇളമരം കരീമാണോ? ഇളമരം കരീം ഫാൻസ് ആണോ? ആണോ? എല്ലാവരും അതാണോ? LDF ജയിക്കും. എന്തുകൊണ്ടാണ് അത് ജയിക്കുമെന്ന് പറയുന്നത്? നമ്മുടെ പാർട്ടിയാണ്, അതുകൊണ്ടാണോ? സഖാവാണ്. ഡാൽസലാം വിളിക്കും. കോഴിക്കോട് മണ്ഡലത്തിലെ ആർക്കും ഒരു ജയസാധ്യത ഉണ്ടെന്ന് പറയാൻ പറ്റും. ഒരു മുൻതൂക്കം നിലവിൽ വെച്ചിട്ടുണ്ട്. രാഘവനാണെന്നോ രാഘവനാണെന്നോ എന്തുകൊണ്ടാണെന്ന് പറയാൻ സാധിക്കും. കുറെയൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. നിലവിലെ സിറ്റിംഗ് എം പിയാണ്, അതുകൊണ്ട് അതെ അത് നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. കുറെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അല്ല, അമ്മയുടെ ആഗ്രഹം ആര് ജയിക്കണോന്നാ? ആര് ജയിച്ചാലും നമുക്ക് ആണോ? ആര് ജയിച്ചാലും നിലവിലെ സാഹചര്യത്തിന് ആർക്കാ ഒരു സാധ്യത ഉള്ളതെന്നും UDF-നാണ് MK രാഘവൻ. അത് എന്തുകൊണ്ടാണ് MK രാഘവൻ ജനകീയ നേതാവാണ്. അദ്ദേഹം ജനകീയ നേതാവാണ്. പണ്ടൊക്കെ പാർട്ടി പാലിച്ചു വികസനം വന്നിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഒരുപാട് വികസനം വന്നിട്ടുണ്ട്. എല്ലാ വികസനം നല്ല കോഴിക്കോട് ജില്ലയ്ക്ക് നല്ല വികസനം ഉണ്ട്. അതുകൊണ്ട് MK രാഘവനാണ്. ഇത് കോഴിക്കോട് MP രാഘവൻ ജയിക്കുള്ളൂ. ആണോ? MK രാഘവനെ ജയിക്കുള്ളൂ. MP രാഘവനെ ജയിക്കുള്ളൂ. അതെന്തുകൊണ്ട് അദ്ദേഹമേ ജയിക്കുള്ളൂ എന്ന് ഉറപ്പ് പറയാൻ എങ്ങനെയാ പറ്റുക? എന്ന് പറഞ്ഞാല് നല്ല കാര്യങ്ങളൊക്കെ അവിടെ ചെയ്തിട്ടുണ്ട്. പിന്നെ 3 ടൈമായാലും ജയിക്കുന്നത്. എല്ലാ കൊല്ലം ഭൂരിപക്ഷം കൂട്ടിയിട്ടാ ജയിക്കുന്നത്. എന്റെ ഭൂരിപക്ഷം കുറഞ്ഞിട്ടല്ലേ ജയിക്കുന്നത്. ഓരോ വർഷം ഭൂരിപക്ഷം കൂടി വരും. പ്രവർത്തന കഴിവുണ്ടാവും ആയിരിക്കുമല്ലോ, അല്ലാണ്ട് ജനം കൂട്ടിയില്ലല്ലോ. അതുകൊണ്ട് ഇപ്രാവശ്യം അദ്ദേഹത്തിന് തന്നെ സാധ്യത. അത് ജയിക്കുള്ളൂ. ആർക്കും ഒരു ജയസാധ്യത ഉള്ളത് അല്ലെങ്കിൽ ആഗ്രഹം? കോഴിക്കോട് രണ്ടാളും ഒന്നല്ലേ ഇപ്പൊ LDF UDF ഒന്നായിട്ടില്ലേ മത്സരിക്കുന്നത്, ഇന്ത്യ മുന്നണിയായിട്ടില്ലേ മത്സരിക്കുന്നത്. ഒരാളെ പറ്റിക്കാനല്ലേ മത്സരിക്കുന്നത്. അപ്പൊ ആർക്കാ സാധ്യത? സാധ്യത ആർക്ക് കിട്ടിയാലും കണക്ക് തന്നെ. ആഗ്രഹം നമുക്ക് നമ്മുടെ പാർട്ടി അത്ര ശക്തമല്ല ഇവിടെ. അതുകൊണ്ട് കേരളത്തിലെ ജനങ്ങളെ എപ്പോ ബുദ്ധി വരുന്ന അന്ന് നമ്മളെ പാർട്ടി ജയിക്കും. NDA വരണം, വീണ്ടും മോദി അധികാരത്തിൽ വരണം. ഈ നിലവിലെ സാഹചര്യത്തിൽ കോഴിക്കോട് ആർക്കും ഒരു ജയസാധ്യത അല്ലെങ്കിൽ മുൻഗണന എന്ന് പറയാൻ സാധിക്കും? ഇളമരം കരീമിനാണ്, LDF-നാണ്. എന്തുകൊണ്ടാണ് പാർലമെന്റ് ചെയ്ത കാര്യങ്ങൾ വെച്ച്? അതുകൊണ്ടാണ് ആ സമര പോരാട്ടങ്ങളുടെ ഭാഗമായിട്ട്. അതുകൊണ്ട് കോഴിക്കോട് മണ്ഡലത്തില് ഇളമരം കരീം സാധ്യത ഉള്ളത്. എന്തുകൊണ്ടാണ് ഇളമരം കരീമാണെന്ന് പറയാൻ? ഇടതുപക്ഷത്തിന്റെ നയം അങ്ങനെയാണ്. അപ്പൊ ഇടതുപക്ഷം കേരളത്തിൽ വരുള്ളൂ. മലപ്പുറത്തും അതെ ഇടതുപക്ഷം ജയിക്കണമെന്നാണ്. 10 കൊല്ലം ആരാണ്? ഇടതുപക്ഷം. അവരെ ഇനിയും വരുള്ളൂ. ഇത് പാർലമെന്റിലേക്കുള്ള ഇലക്ഷൻ ആണല്ലോ. ഇത് പാർലമെന്റിലേക്ക് അതിന് ജയിക്കുള്ളൂ. അദ്ദേഹം ജയിക്കുള്ളൂ. ഇവിടെ ജയിക്കുള്ളൂ. നമ്മുടെ ഈ കോഴിക്കോട് ആർക്കാ ഒരു ജയസാധ്യത ഉള്ളത് അല്ലെങ്കിൽ ചേട്ടൻ്റെ ഒരു താല്പര്യം ആര് ജയിക്കണം? നമുക്ക് താല്പര്യം ഒരു കാര്യമില്ലല്ലോ. ഇല്ല, ഒരു ആഗ്രഹം യാദവും ജയിക്കുന്നതാണ്. UDF-ന്റെ. എന്തുകൊണ്ട് അദ്ദേഹം ജയിക്കുന്ന ആഗ്രഹിക്കുന്നത്? എന്തുകൊണ്ടാണ്? ഒന്നാമത് നല്ല വർക്ക് ചെയ്യുന്ന ആളാണ്. പിന്നെ 2 വർഷം ആയ ആളാണ്. അതുകൊണ്ട് അദ്ദേഹം ജയിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. ഈ നിലവിലെ സാഹചര്യത്തിലെ ഈ കോഴിക്കോട് ആർക്കാ ഒരു ജയസാധ്യത ഉള്ളത്? കോഴിക്കോട് ഇളമരം കരീമിനെ ജയിക്കും. LDF. അതെന്തുകൊണ്ടാണ്? കരീമിന് വെച്ചാൽ ഇവിടെ തൊഴിലാളികളും അതേമാതിരി മത ന്യൂനപക്ഷ വോട്ടുകളും പാർലമെന്റിൽ സംസാരിക്കുന്ന ആ ശൈലി എല്ലാം ഇതില്ലേ, എല്ലാം കൊണ്ട് ഒരു ചാൻസ് ജാസ്തി ഇളമരം കരീം. ഇവിടെ രാഘവേട്ടനാവും എന്റെ ഒരു കാരണം ആള് നല്ലൊരു ജനപ്രീതിയുള്ള ആളാണ് എന്റെ കാഴ്ചപ്പാട്. പക്ഷെ മറ്റേ ആളായിട്ട് വലിയതില്ല. പക്ഷെ ആള് ഇവിടുത്തെ യൂണിയൻ ചുമട്ട് തൊഴിലാളിന്റെ നല്ലൊരു നേതാവാണ്. ഈ മൊത്തം ലോകസഭ അല്ലേ, നിയമസഭ അല്ലല്ലോ, എന്താണ് അറിയില്ല. ജയിക്കും. നല്ല സ്ഥാനാർത്ഥിയാണ്. ജനങ്ങളായിട്ട് ബന്ധമാണ്. ജനങ്ങളായിട്ട് എന്ത് കാര്യങ്ങളും ചെയ്തു കൊടുക്കും. ഏത് നിമിഷവും ഏത് പാർട്ടിക്കാർക്കും MK രാഘവന്റെ സമയത്ത്
രാഷ്ട്രീയ ഇതൊന്നുമില്ല, വേരുതിരിവൊന്നുമില്ല അദ്ദേഹത്തിന്. ഇല്ല, ഏത് പാർട്ടിക്കാർ വേണ്ടെങ്കിലും ഏത് പക്ഷിക വേണ്ടെങ്കിലും ബെല്ലടിച്ചാൽ വരും, എന്ത് കാര്യങ്ങളും ചെയ്തു. അതുകൊണ്ട് നമുക്കറിയാൻ ജയിക്കും, എല്ലാവരും ആരും ജയിക്കില്ല. ആരാ ജയിക്കുന്ന ആഗ്രഹം, അല്ലെങ്കിൽ ആര് ജയിക്കുമെന്ന MT രമേശ്, BJP സ്ഥാനാർത്ഥി MT രമേശ് ജയിക്കുന്നതാണ്. എന്തുകൊണ്ടാണ് അദ്ദേഹം ജയിക്കുന്നത്? കുറെ നല്ല നല്ല കാര്യങ്ങൾ ഇന്ത്യൻ പ്രധാനമന്ത്രി മോദിജി നടപ്പിലാക്കിയ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതൊക്കെ എന്തായാലും ഇനി കേരളത്തിൽ നടപ്പിലാവണം എന്നുള്ള ഒരു ആഗ്രഹമുള്ളവരാ ഞങ്ങള് സ്ത്രീകൾ മൊത്തം. സ്ത്രീകൾക്ക് ഏറ്റവും കൂടുതൽ ആഗ്രഹമുണ്ട് ഇവിടെയും മോദിയുടെ ഭരണം വരണം. കേരളത്തിലും BJP ഒട്ടനവധി നിയമസഭാ മണ്ഡലങ്ങളിൽ നിന്നും BJP സ്ഥാനാർത്ഥികൾ ജയിക്കണം എന്നുള്ളത്. അതുകൊണ്ട് MT രമേശ് തീർച്ചയായിട്ടും. എല്ലാവരും ഇതാണോ ആര് ജയിക്കണം? MT രമേശാണോ? ഇതൊക്കെ കൊണ്ട് തന്നെയാണോ? കാരണം ഇതൊക്കെയാണോ? ആണോ? കോഴിക്കോട് മണ്ഡലത്തില് രാഘവേട്ടനിക്ക് എന്നാ സാധ്യത? രാഘവൻ രാഘവൻ ചേട്ടൻ അത്ര ജനഹൃദയങ്ങളിൽ എത്ര സ്ഥാനം പിടിച്ച ഒരാളാണ്. അതുകൊണ്ടാണ് നല്ല പുരോഗമനം കോഴിക്കോട് ഉണ്ടായിട്ടുണ്ട്. അതായിരിക്കും നിഷേധിക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് സൗമ്യനായ ശാന്ത സ്വഭാവക്കാരനാണ്. എല്ലാവരെയും ചേർത്ത് പിടിക്കാനുള്ള നല്ലൊരു മനസ്കരുത്ത് അദ്ദേഹത്തിനുണ്ട്. അത് നിഷേധിക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് രാഘവേട്ടൻ തന്നെ എന്തായാലും 100% രാഘവേട്ടന്റെ വിജയം ഉറപ്പാണ്. അത് രാഘവൻ, MK രാഘവൻ. എന്തുകൊണ്ടാണ് അദ്ദേഹം ജയിക്കുന്നത്? UDF ഒരു കോട്ടയാണ് ഇവിടെ. കോഴിക്കോട് UDF കോട്ടയാണ്, അവരുടെ കുത്തകയാണ്. അതുകൊണ്ട് ഈ വർഷം അവർ തന്നെ. അത് ഈ പ്രാവശ്യം ഇവിടെ എങ്ങനെയാലും അങ്ങനത്തെ മുപ്പത് തന്നെ സാധ്യത എളമരം കരിമീനാണ്. LDF ആണ്. അതെന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? ചിലർ പറയുന്നുണ്ട് അവരുടെ കുത്തക സീറ്റാണ് UDF കാലാകാലങ്ങളെ ജയിക്കുന്ന മന്ത്രമാണെന്ന് പറയുന്നത്. അതുകൊണ്ടാണ് CITUവിന്റെ ഒരു പ്രവർത്തകനാണ്. ജനങ്ങളുമായിട്ട് നല്ല ബന്ധം, പിന്നെ പാർലമെന്റിൽ ഒരു ശബ്ദം വരുത്താൻ പറ്റിയ ആളാണ്. അതുകൊണ്ടാണ് എൻ്റെ അഭിപ്രായമാണ്. എൻ്റെ അഭിപ്രായം അതാണ് പറയുന്നത്. ആൾക്കാർ അതെന്തുകൊണ്ടാണ് MK രാഘവൻ എന്ന് പറയാനൊരു ജനകീയനാന്നുള്ളത് അതുകൊണ്ട് കേൾക്കുന്നത്. അതുകൊണ്ട് MK രാഘവനാണ് സാധ്യത കേട്ടോ. സാധ്യത പത്രങ്ങളിലൂടെല്ലാം മനസ്സിലാക്കുന്നത്. കോഴിക്കോട് മണ്ഡലത്തിലെ ആര് ജയിക്കണമെന്ന് ആഗ്രഹം നമുക്കോ? ഇവിടെയാണോ? ചേട്ടാ, ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടെ കോഴിക്കോട് മണ്ഡലത്തിൽ ആര് ജയിക്കണമെന്ന് ഒരു ആഗ്രഹം, അല്ലെങ്കിൽ ആരാണ് ജയിക്കാൻ സാധ്യത? രാഘവൻ, MK രാഘവൻ. അത് എന്തുകൊണ്ടാണ് അദ്ദേഹം ആണെന്ന് ഉറപ്പ് പറയാൻ? അങ്ങനെയാണ് ജയിക്കേണ്ടത്. അദ്ദേഹമാണ് ഇവിടെ കോൺഗ്രസ് ആണ് വരേണ്ടത്. അതുകൊണ്ട് ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടെ ആർക്കും ഒരു സാധ്യത ഉള്ളതെന്ന് പറയാൻ സാധിക്കും? കോഴിക്കോട് നമ്മൾ ഇവിടെ രാഘവൻ, MK രാഘവനാണ്. യാതൊരു സംശയം ആണോ? എന്തുകൊണ്ട് അദ്ദേഹമാണെന്ന് പറയാൻ സാധിക്കും? അദ്ദേഹത്തിന് നമുക്ക് അറിയുന്നതുകൊണ്ടാണ് പറഞ്ഞത്. അതിന്റെ പ്രവർത്തനം MK രാഘവൻ. സാധ്യത കരിമീനല്ലേ? കരീമിനാണ്. അത് എന്തുകൊണ്ട് അദ്ദേഹത്തിന് സാധ്യത പറയുന്നത്? രാഷ്ട്രീയ സാഹചര്യം അതിനനുകൂലാണ്. പിന്നെ ഇപ്പൊ ഇതിന്റെ പൗരത്വ ഭേദഗതി ബില്ല് ആ വിഭാഗത്തിൽ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഇതിൽ വെച്ച് നോക്കുകയാണെങ്കിൽ മുസ്ലിം വിഭാഗത്തിൽ നിന്ന് കുറെ വോട്ടുകൾ കരിമീൻ കിട്ടാൻ സാധ്യതയുണ്ട്. ഞാൻ നിഷ്പക്ഷമായ ഒരാളാണ്. ഞാൻ വ്യക്തമായ രാഷ്ട്രീയം എൻ്റെ തോന്നലാണ്. കിട്ടും. ബന്ധപ്പെട്ട ആർക്കാ ഒരു നിലവിലെ സാഹചര്യത്തിൽ എന്തുകൊണ്ടാണ്? തൊഴിലാളികളുടെ നേതാവല്ലേ? അതുകൊണ്ട് നാട്ടുകാരനാണ്, തൊഴിലാളികളുടെ നേതാവാണ്. അദ്ദേഹത്തിനാണ് സാധ്യത. ഞാൻ അങ്ങനെ ഒരു രാഷ്ട്രീയം ആയിട്ടൊന്നും അങ്ങനെ പോകുന്നില്ല. നല്ല LDF ആണോ, UDF ആണോ, BJP ആണോ? LDF ഉണ്ട്, പിന്നെ മറ്റേ ഇവരുണ്ട്. ആരാ? നമ്മളെ രാഘവൻ സാറില്ല, UDF. അങ്ങനെ അവരാണ് മുന്നിൽ എടുക്കുന്നത്. ഈ ഇലക്ഷൻ ആണല്ലോ, ഇവിടെ ആർക്കാ ഒരു സാധ്യത ഉണ്ടെന്ന് പറയാൻ പറ്റുമോ? അറിയില്ല. ആണോ? ശക്തമായ മത്സരമായതുകൊണ്ടാണ് അത് പറയാൻ പറ്റില്ല. 10 ലക്ഷത്തിന് മേലെ വോട്ട് ചെയ്യട്ടെ. അതിൽ നിന്ന് കുറച്ചാളോട് വോട്ട് ചോദിച്ചാൽ നമുക്ക് പിടിയിട്ടില്ല. ചേട്ടൻ്റെ ഒരു ആഗ്രഹം? എന്റെ ആഗ്രഹം ഇടതുപക്ഷത്തെ. ഇളമരം കരീം ജയിക്കണമെന്ന്. ഞാൻ ഇളമരം കരീമിന്റെ ആളാണ്. ഇളമരം കരീമിന് വേണ്ടി പ്രവർത്തിക്കുന്ന ആളാണ്. ജയിക്കണം ആഗ്രഹിക്കുന്നു. ഇളമരം കരീം എന്നുള്ളതല്ല, ഇടതുപക്ഷം ജയിക്കണം ആഗ്രഹിക്കുന്നു. എനിക്ക് ഒന്നും വിലയിരുത്താൻ പറ്റൂല, കാരണം ഇന്നത്തെ സാഹചര്യത്തിലാ. ഞാന് ഒന്നുകൂടെ മുൻതൂക്കം കാണുന്നത് രാഘവനാണ്, MK രാഘവൻ. അത് എന്തുകൊണ്ടാണ്? അത് അദ്ദേഹത്തിന്റെ പ്രവർത്തന ഫലം കൊണ്ടാണ്. കോഴിക്കോട് രാഘവേട്ടൻ MK രാഘവൻ UDF ജയിക്കുന്നത്. എന്തുകൊണ്ട് അദ്ദേഹം ജയിക്കുന്നത്? സാഹചര്യത്തില് ഭരണം രണ്ടും മോശമാണ്. കേരള ഭരണം കേന്ദ്ര ഭരണം മോശമാണ്. അതുകൊണ്ട്
കേന്ദ്രപത്രത്തിൽ വിജയിച്ചായിരിക്കും. യു ഡി എഫിനാണ്. അത് എന്തുകൊണ്ടാണ് ചേട്ടന് സാധ്യത കാണുന്നത്? അതുകൊണ്ട് ഈ നിലവിലെ സാഹചര്യത്തില് കോഴിക്കോട് ആർക്കും ഒരു വിജയ സാധ്യത എന്ന് പറയാൻ പറ്റില്ല. അമ്മയുടെ ഒരു ആഗ്രഹം ആര് ജയിക്കണം? LDF, UDF, BJP? പറയാൻ പറ്റില്ല, എനിക്കറിയില്ല. ഒന്നും പറയാൻ പറ്റില്ല.